നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഡെർബി കാർ അപകടം. മലയാളി യുവാവ് അറസ്റ്റില്ലെന്ന് വ്യാജ വാർത്ത. ശനിയാഴ്ച നടന്ന അപകടത്തിൽ ഇന്ത്യൻ വംശജനായ ഒരാളെ അറസ്റ്റ് ചെയ്തതായാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. UK-യിൽ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾക്കിടെയുണ്ടായ ഈ അപകടം കൗണ്ടർ ടെററിസം പോലീസാണ് അന്വേഷിക്കുന്നത്. കറുത്ത മാരുതി സുസുക്കി കാറിലുള്ള 36 വയസ്സുകാരനായ ഇന്ത്യൻ വംശജനെ കൊലപാതക ശ്രമം, അപകടകരമായ ഡ്രൈവിംഗ് എന്നീ കുറ്റങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മദ്യലഹരിയിലോ ഫോൺ ഉപയോഗം മൂലമുണ്ടായ ശ്രദ്ധക്കുറവോ ആകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും ആരുടെയും നില ഗുരുതരമല്ല. അപകടത്തെ ഭീകരവാദ പ്രവർത്തനമായി പോലീസ് ഇതുവരെ കണക്കാക്കുന്നില്ല. എന്നാൽ ചില മാധ്യമങ്ങൾ മുൻവിധിയോടെയുള്ള പ്രചരണങ്ങൾ നടത്തിയെന്ന് വിമർശനമുയർന്നിട്ടുണ്ട്. കാർ ഫിനാൻസ് തട്ടിപ്പ്. ലക്ഷക്കണക്കിന് ഡ്രൈവർമാർക്ക് നഷ്ടപരിഹാരം ഉടൻ. ലക്ഷക്കണക്കിന് വാഹന ഉടമകൾക്ക് കാർ ഫിനാൻസ് തട്ടിപ്പിൽ നഷ്ടപരിഹാരം ലഭിക്കാനുള്ള വിശദാംശങ്ങൾ ഉടൻ പുറത്തുവരും. ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി അന്തിമ നിയമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതോടെ 14 ദശലക്ഷം വാഹന ഫിനാൻസ് ഇടപാടുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള പദ്ധതി പ്രഖ്യാപിക്കും. 2007 ഏപ്രിലിനും 2024 നവംബറിനും ഇടയിൽ നടത്തിയ ഇടപാടുകളിൽ ശരാശരി £700 വരെ നഷ്ടപരിഹാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കമ്മീഷൻ ഇടപാടുകൾ, അനീതിപരമായ കരാറുകൾ, കാർ വാങ്ങുന്നവർക്ക് നൽകിയ തെറ്റായ വിവരങ്ങൾ എന്നിവയാണ് നഷ്ടപരിഹാരത്തിന് കാരണമായത്. നിയമപരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നില്ലെങ്കിൽ ഈ തുക ഉടൻ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. പാർക്കിംഗ് ഫൈൻ. രാജ്യവ്യാപകമായുള്ള ആപ്പ് ഉപയോഗിക്കാൻ കൗൺസിലുകൾക്ക് നിർദ്ദേശം. ഇംഗ്ലണ്ടിലെ കൂടുതൽ കൗൺസിലുകൾക്ക് രാജ്യവ്യാപകമായുള്ള പാർക്കിംഗ് പേയ്മെൻറ്റ് ആപ്പ് ഉപയോഗിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകുന്നു. നാഷണൽ പാർക്കിംഗ് പ്ലാറ്റ്ഫോം എന്നറിയപ്പെടുന്ന ഈ സംവിധാനം വഴി ഡ്രൈവർമാർക്ക് വിവിധ പാർക്കിംഗ് ആപ്പുകൾ ഉപയോഗിച്ച് പണമടയ്ക്കാം. നിലവിൽ 15 തദ്ദേശ സ്ഥാപനങ്ങൾ ഈ സംവിധാനം അംഗീകരിച്ചിട്ടുണ്ട്. ഈ ആപ്പ് വഴി പാർക്കിംഗ് ഫൈനുകൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നും ഗതാഗത സെക്രട്ടറി ഹേദി അലക്സാണ്ടർ അറിയിച്ചു. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി റോഡ് ടോൾ, ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് എന്നിവയിലേക്കും ഈ സംവിധാനം വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. MP-മാർക്കും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്കും ബമ്പർ പേയ്മെൻറ്റ്. ജനകീയ പ്രതിഷേധം ശക്തം. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കെ MP-മാർക്കും വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്കും വലിയ തുക കൈമാറാനുള്ള സർക്കാർ തീരുമാനം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നു. MP-മാർക്ക് £3,300 ശമ്പള വർധനവ് ലഭിക്കുമ്പോൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് 6.2% വർധനവ് മാത്രമാണ് ലഭിക്കുന്നത്. നിലവിലെ പണപ്പെരുപ്പ നിരക്കിൻ്റെ ഇരട്ടിയാണ് MP-മാർക്ക് നൽകുന്ന വർധനവ്. ചാൻസലർ റേച്ചൽ റീവ്സ് ഇറാൻ പ്രതിസന്ധി മൂലം ഊർജ്ജവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങൾക്ക് സഹായം നൽകാൻ തയ്യാറല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും സ്വന്തം ശമ്പള വർധനവിൽ അവർ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. മന്ത്രിമാർക്കും ഈ തുക ബാധകമാകും. നികുതിദായകർക്ക് അധിക ഭാരം ചുമത്തുന്ന ഇത്തരം നയങ്ങൾ ബ്രിട്ടീഷ് സമൂഹത്തെ രണ്ടായി വിഭജിക്കുന്നതായി ടാക്സ് പേയേഴ്സ് അലയൻസിലെ വില്യം യാർവുഡ് ആരോപിച്ചു. MP-മാരുടെ വേതനം GDP പെർ ക്യാപിറ്റയുടെ ഭാഗമായി പരിഗണിക്കണമെന്നും നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ച് ആനുകൂല്യങ്ങൾ മരവിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് കീർ സ്റ്റാർമർ. വിലക്കയറ്റം പ്രധാന പ്രചാരണ വിഷയം. ഇംഗ്ലണ്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ലേബർ പാർട്ടി തുടക്കമിട്ടു. പാർട്ടി നേതാവ് കീർ സ്റ്റാർമർ പ്രൈഡ് ഇൻ ബ്രിട്ടൻ എന്ന പുതിയ മുദ്രാവാക്യത്തോടെയാണ് പ്രചാരണ രംഗത്തിറങ്ങിയത്. നിലവിലെ വിലക്കയറ്റത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഉയർത്തിക്കാട്ടി വോട്ടർമാരുടെ പിന്തുണ നേടാനാണ് ലേബർ പാർട്ടി ലക്ഷ്യമിടുന്നത്. ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സർക്കാരിനെ പിന്തുണയ്ക്കണമെന്നും മാറ്റങ്ങൾ വരുത്തുന്നത് രാജ്യത്തിന് ദോഷം ചെയ്യുമെന്നും സ്റ്റാർമർ പറഞ്ഞു. ഊർജ്ജ ബില്ലുകളിലെ കുറവ്, 2 കുട്ടികൾക്കുള്ള ആനുകൂല്യ പരിധി നീക്കം ചെയ്യൽ, പെൻഷൻ വർധനവ് തുടങ്ങിയ നടപടികൾ സർക്കാർ സ്വീകരിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ അടുത്ത കാലത്തായി നടന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ലേബർ പാർട്ടിക്ക് കനത്ത തിരിച്ചടികൾ നേരിട്ടിരുന്നു. വെയിൽസ്, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ടിലെ പല കൗൺസിലുകളിലും പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് കാറുകൾ. ഡ്രൈവർമാർക്ക് പുതിയ മുന്നറിയിപ്പ്. ചില സഹായങ്ങൾ നിർത്തലാക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പുതിയ ഡ്രൈവ് വേ നിയമങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ്. മാർച്ച് 31 മുതൽ ചില സർക്കാർ സഹായങ്ങൾ നിർത്തലാക്കുന്നതോടെ ഇവ EV ഉടമകൾക്ക് കൂടുതൽ ചെലവേറിയതാകും.
ഇലക്ട്രിക് കാർ ചാർജിംഗ് പ്ലഗ് സ്ഥാപിക്കുന്നതിനുള്ള ഫണ്ട് 350 പൗണ്ടിൽ നിന്ന് 500 പൗണ്ടായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും വാണിജ്യ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലെ ലാൻഡ് ലോഡുകൾക്ക് നൽകിയിരുന്ന സഹായം നിർത്തലാക്കി. ഇത് ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാകും. നേരത്തെ ഒരു പാർക്കിംഗ് സ്പേസിന് 500 പൗണ്ട് വരെയും കെട്ടിടത്തിന് 30,000 പൗണ്ട് വരെയും സഹായം ലഭിച്ചിരുന്നു. എന്നാൽ ഈ സഹായം ഇല്ലാതാകുന്നതോടെ സ്വകാര്യ നിക്ഷേപം കണ്ടെത്തേണ്ടി വരും. ഇത് ഡ്രൈവേ ഇല്ലാത്തവർക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ വീട്ടിൽ ചാർജ് ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ വർദ്ധിപ്പിക്കും. അതേസമയം 5 പദ്ധതികൾ 2027 മാർച്ച് 31 വരെ നീട്ടിയിട്ടുണ്ട്. KPMGയിൽ കൂട്ടപ്പിരിച്ചുവിടൽ, 400 ഓഡിറ്റിംഗ് ജീവനക്കാർ പുറത്ത്. പ്രമുഖ ഓഡിറ്റിംഗ് സ്ഥാപനമായ KPMG UKയിൽ 400-ലധികം ഓഡിറ്റിംഗ് ജീവനക്കാരെ പിരിച്ചുവിടുന്നു. അഡ്വൈസറി വിഭാഗത്തിലും ഓഡിറ്റ് ബിസിനസ്സിലുമായിട്ടാണ് ജീവനക്കാരെ വെട്ടിച്ചുരുക്കുന്നത്. ഓഡിറ്റ് ബിസിനസ്സിലെ 440 അസിസ്റ്റന്റ് മാനേജർ തസ്തികകളും അഡ്വൈസറി വിഭാഗത്തിലെ 120 തസ്തികകളും വെട്ടിച്ചുരുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അക്കൗണ്ടിംഗ് യോഗ്യത നേടിയ 3 വർഷം മുൻപ് നിയമനം ലഭിച്ചവരാണ് പ്രധാനമായും ഇതിൽ ഉൾപ്പെടുന്നത്. പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരെ ഈ നടപടി ബാധിക്കില്ല. വരുമാനം കുറഞ്ഞതിനാലാണ് ഈ നടപടിയെന്ന് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു. സമീപകാലത്തായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗം വർദ്ധിച്ചതും ഈ മേഖലയിലെ ജോലികൾക്ക് ഭീഷണിയായിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും KPMGയിൽ ജീവനക്കാരെ വെട്ടിച്ചുരുക്കുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ട്. വിസ നിയമങ്ങളിലെ മാറ്റം, വിദേശികളായ DWP ജീവനക്കാർക്ക് UK വിടേണ്ടി വരും. വിസ നിയമങ്ങളിലെ മാറ്റങ്ങളെ തുടർന്ന് വർക്ക് ആൻഡ് പെൻഷൻസ് വകുപ്പിലെ വിദേശികളായ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് UK വിടേണ്ടി വരും. നിലവിൽ ഗ്രാജുവേറ്റ് വിസയിലുള്ള 1500-ലധികം വിദേശ ജീവനക്കാർക്ക് സ്കിൽഡ് വിസയിലേക്ക് മാറാൻ യോഗ്യതയുണ്ടായിരിക്കില്ലെന്ന് പബ്ലിക് ആൻഡ് കൊമേഴ്ഷ്യൽ സർവീസസ് യൂണിയൻ അറിയിച്ചു. പുതിയ നിയമങ്ങൾ കാരണം പലർക്കും UKയിൽ തുടർന്ന് പഠിക്കാനോ ജോലി ചെയ്യാനോ സാധിക്കില്ല. വരുമാനം വർദ്ധിപ്പിച്ചതടക്കമുള്ള നിബന്ധനകൾ പലരെയും അയോഗ്യരാക്കുന്നു. ഈ ജീവനക്കാർക്ക് UKയിൽ തുടരാൻ മറ്റു വഴികൾ കണ്ടെത്താൻ DWPക്ക് സാധിക്കുന്നില്ലെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. ഇത് ഡിപ്പാർട്ട്മെന്റിൽ ഗുരുതരമായ സ്റ്റാഫിംഗ് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ഇത് ഭാവിയിൽ ആനുകൂല്യങ്ങളും തൊഴിൽ പദ്ധതികളും നടപ്പിലാക്കുന്നതിൽ കാലതാമസമുണ്ടാക്കുമെന്നും ലേബർ MPമാർ മുന്നറിയിപ്പ് നൽകുന്നു. പല ജീവനക്കാരും വർഷങ്ങളായി UKയിൽ ജോലി ചെയ്യുന്നവരും സാമൂഹിക സംഭാവന നൽകുന്നവരുമാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q-മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q-മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.